ഹലോ കൂട്ടുകാരെ, നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. ഇതുമലൊക്കെ പൂവിട്ടത് നിറയെ ഉണ്ടായിരുന്നു. പക്ഷേ മഴയൊക്കെ കഴിഞ്ഞു, ഉണ്ണിമാങ്ങകളൊക്കെ വീണ് ഇപ്പോൾ വളരെ കുറച്ച് മാങ്ങ ഇതുമല്ലുള്ളൂ. ചെറിയ മാങ്ങയും വീണ് കഴിഞ്ഞ്, പിന്നെ കുറച്ച് മീഡിയം സൈസ് മാങ്ങ വീണ് കഴിഞ്ഞ്, ഇപ്പോൾ അതേ വലിയ മാങ്ങയും വീഴാൻ തുടങ്ങി. ഇത് നോക്കിക്കേ, ഇന്ന് മാത്രം വീണ മാങ്ങകളാണ് കേട്ടോ ഇത്. നല്ല ഇടി മഴയും വരുന്നുണ്ടെന്നു. ഇതാ വീഴുമ്പോൾ എങ്ങനെയായിരുന്നു ഇടി വെട്ടുന്ന കേൾക്കുന്നുണ്ടോ? അവിടെ ഇടി മഴയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേ വീഴുമ്പോൾ എന്തോ പുഴു ഉള്ളിലുണ്ടായിട്ടെന്ന് തോന്നുന്നു. പുഴുക്കുത്തുണ്ട് നിറയെ. കണ്ടോ, വീണിട്ട് ചതഞ്ഞു പോയതാണ്. വീഴുന്ന ശക്തിയിലെ നിലത്ത് വീഴുമ്പോൾ വന്ന കാര്യം പറയാൻ മറന്നുപോയി. ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട്. ചമ്മന്തി ഉണ്ടാക്കി, കറി ഉണ്ടാക്കി, കുറേയൊക്കെ ബാക്കിയായി. ബാക്കി ഇത് നമുക്ക് എന്ത് ചെയ്യാം, മുറിച്ചിട്ട് ഉപ്പിലിടാം. ഓക്കെ, ആദ്യം അതങ്ങോട്ട് കഴുകിയെടുക്കാം, നന്നായിട്ട് കഴുകിയെടുക്കാം. അതാ മാങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. കുഞ്ഞിട്ടാ, അഞ്ചു, മാങ്ങ എന്താ ചെയ്യേണ്ടത്? ഉപ്പിലിടണോ, ഉപ്പും മുളകും ആക്കണോ, അച്ചാറിടണോ, എന്താ ചെയ്യണ്ടേ? എന്താ കുഞ്ഞിട്ട ചെയ്യണ്ടേ? നമുക്ക് ഉപ്പിലിടാം, മുറിച്ചിട്ട് ഉപ്പിലിടാം. കം ഓൺ. പൊട്ടിയ ഭാഗമൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലത് നോക്കിയിട്ട് മുറിച്ചെടുക്കാം. ഉള്ളിൽ കേടാണ് ഗൈസ്. നല്ലത് നോക്കിയിട്ട് നമുക്കെടുത്തിട്ട് ചീത്തത് ഒഴിവാക്കാം. അതൊക്കെ വീണിട്ട് ചതഞ്ഞ് പോയ ഭാഗം ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. ഇതിൻ്റെ അണ്ടീമിലൊക്കെ കണ്ടില്ലേ, എന്തോ പുഴുക്കുത്തുള്ള പോലെ, അതാണ് ഇതൊക്കെ വീഴുന്നത്. ഉള്ളിലേക്കൊക്കെ ഇങ്ങനെയുള്ളത്. ഇത് കണ്ടിട്ട് പഴുത്തതാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് വാടിപ്പോയ മാങ്ങയാണ്. ഇങ്ങനത്തെയൊക്കെയാണ് വീഴുന്നത്. നല്ല പുളിയാണ്. എന്തിനാന്നാ കഷ്ടപ്പെട്ട് കഴിക്കുന്നത്? ഉപ്പിലിടണ്ടേ? പിന്നെ കഴിച്ചു തീർത്താലോ? കുഞ്ഞു, ഉപ്പിലിടണ്ടേ? എടാ, എനിക്ക് പുളിയില്ലടാ. സിമ്പിളായിട്ട് കഴിക്കുന്നുണ്ടല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടോ? പുളിക്കുന്നില്ലേ? അപ്പം മാങ്ങയൊക്കെ മുഴുവനായിട്ട് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പിലിടാം. ഇപ്പോൾ മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. മാങ്ങ ഇടാൻ കുപ്പിയിലൊക്കെ ഉണ്ണി മാങ്ങയും മീഡിയം മാങ്ങയൊക്കെ ഇട്ട് തീർന്നു. അപ്പോൾ അതേ തൽക്കാലത്തിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് തീർക്കാം, വേഗം തീർക്കാം. അത് വിചാരിച്ചിട്ടാണ് ഇതിലിടുന്നത്. മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതന്നെ ഉണ്ടാവും തോന്നണം നിറയെ. പക്ഷേ വെള്ളം ഒഴിച്ചൊന്ന് താന്ന് വരുമ്പോഴേക്ക് ഉപ്പിലൊക്കെ ഇട്ടിട്ട് കുഞ്ഞിട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോരട്ടെ. ഇതേത് റിംഗ് ടോണാണ്? ചുപ്പാണ് ഇട്ട് കൊടുക്കാം, കല്ലുപ്പാണ് ഇടുന്നത്. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ വിനാഗിരി ഒന്നും ഒഴിക്കുന്നില്ല, കുട്ടികൾ കഴിക്കാനുള്ളതായതുകൊണ്ട് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഉപ്പും മുളക് പറഞ്ഞപ്പോഴാണ്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് എരിവിന് മുളകും കൂടെ ചേർക്കാം, ഒരു ചെറിയൊരു സ്പൈസിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൽ മാങ്ങയും വെള്ളവും കല്ലുപ്പും അത്രയാണ് ചേർത്തിരിക്കുന്നത്. ഇതെന്താ, ഹെൽമെറ്റാണോ? പുതിയ മോഡല്. മാങ്ങ കഴിഞ്ഞോ? നമുക്ക് കാന്താരിയുടെ അടുത്തേക്ക് പോയി നോക്കാം മുളകുണ്ടോയെന്ന്. മുളകുണ്ടെങ്കിൽ പറിച്ച ടൈമിലിടാം. ഒരു 3-4 ഉണ്ട്, നമുക്ക് പറിച്ചെടുക്കാം. ഇതാ, അധികം മൂത്തിട്ടൊന്നുമില്ല, സാരില്ല. അപ്പോൾ ഇതാ ഇത്രയും മുളകാണ് കിട്ടിയത്. മതി, അധികം എരിവ് വേണ്ട. അധികം എരിവായാൽ കുഞ്ഞുട്ടിനും തഞ്ചുനും കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ മുളക് അതിലിട്ട് കൊടുക്കാം. അല്ല, അത് കൈയിട്ട് എടുക്കുകയാണോ അപ്പോൾ തന്നെ? അത് പഴുത്തതല്ല, വാടിയതാ. വേണോ? വേണമെങ്കിൽ ഞാൻ എടുത്തരാം. ഞാൻ ഇത് വേണ്ടേ? ഇതിപ്പോൾ ഉപ്പിലിടാൻ അടുത്തതും തിന്ന് തീർക്കാണ്. അപ്പോൾ നമുക്ക് ഈ മുളക് ഇതിലേക്കിടാം. ഓക്കെ, സെറ്റ്. ഇതിപ്പോൾ നാളെ തൊട്ടന്നെ എടുത്ത് തുടങ്ങും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെറുതെ ഇരുന്ന് കഴിക്കാമല്ലോ, വെക്കേഷൻ അല്ലേ. അടപ്പിട്ടിട്ട് നമുക്ക് നല്ലോണം ഷേക്ക്. അപ്പം നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ റെഡി. അടുക്കളയിൽ കൊണ്ടുവെക്കാം. എന്നോട്ട് കഴിക്കും? ഞാനൊരു നാളെ തൊട്ട് കഴിച്ചോ, കുഴപ്പമില്ല. നാളെ തൊട്ട്. അപ്പോൾ പോവാ. അപ്പോൾ ബൈ. എന്താ മാങ്ങ ഇങ്ങും വേണോ? ഇത് നാളെ എടുത്താൽ പോരെ? അപ്പം നല്ല രസം ഉണ്ടാവും. ഇപ്പം തന്നെ വേണോ? ഒന്ന് തുറന്നു തരാം, ഒരു മിനിറ്റ്. പച്ചമാങ്ങ നാട്ടിലുള്ള മാങ്ങ, പച്ചമാങ്ങ നാട്ടിലുള്ള മാങ്ങ. നെക്സ്റ്റ് കഴിഞ്ഞോ? അപ്പോൾ ബൈ.